സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നലെ എബേസ്യർ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിപ്പാൻ സ്വർഗമിടയാക്കി. എന്നാൽ അതേ ലേഖനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യം ആമേൻ ഇന്ന് പകൽക്കാലം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും അവനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ആമേൻ. നമ്മളെപ്പോഴും ചിന്തിച്ചാലും, ഞാൻ പലപ്പോഴും ഇങ്ങനെ ആമേൻ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ആമേൻ ഞാൻ ആലോചിക്കാറുണ്ട്. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ ഞാനിന്ന് ഈ ഭൂപരപ്പിൽ കാണത്തില്ലായിരുന്നു. എവിടെയോ ഏതെങ്കിലും സ്ഥലത്ത് മണ്ണിനടിയിൽ ആർക്കും കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലേക്ക് ആയിപ്പോയാന്. പക്ഷേ കർത്താവ് നമ്മെ കണ്ട് തെരഞ്ഞെടുത്ത് കർത്താവിൻ്റെ തിരുഹിതത്തിൻ്റെ അതിൻ്റെ അകത്തളങ്ങളിൽ നമ്മെ സൂക്ഷിച്ച് കർത്താവിൻ്റെ കരം നമ്മെ താങ്ങിയത് കൊണ്ടാണ് ഈ 2026 ഈ 6-ാമത്തെ മാസം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തൻ സഹായിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കും നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലുമ്പോൾ പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അതിനകത്തും ഒരു വലിയ ആത്മനിയോഗം വെളിപ്പെടുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എബേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനം എഴുതുന്നത് മറ്റൊന്നുമല്ല, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഇതാണ് പൗലോസിൻ്റെ ആഗ്രഹം. സ്തോത്രം. ഈ ചിതറിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാതെ നടക്കുന്ന പലതിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അതാണ് പൗലോസിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനകത്ത് പൗലോസിനെ നിയോഗപ്രകാരം നിർത്തുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കുന്ന പന്താവ് ചെറുതല്ല. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലാണ് ദൈവം ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം വളരെ വ്യക്തമായി ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നത് കാണാൻ കഴിയും. 5-ാമത്തെ വാക്യം നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഴ്ത്തത്വം ചെയ്ത രാജ്യത്തിൻ്റെ ആമേൻ അവകാശം, ഒരു അവകാശിയായ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി തിരഞ്ഞെടുക്കുന്ന ദൈവപൈതലേ, ഈ ലോകത്തിലെ ഒരു നന്മയ്ക്കും വേണ്ടി അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? ആമേൻ സ്വർഗത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. നമ്മൾ പോകുന്ന ആമേൻ ഏത് വാഴ്ത്തത്വമാ? വാഴ്ത്തത്വം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമായതിന് തെരഞ്ഞെടുത്ത് നമ്മെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെ ദരിദ്രനെ അപമാനിക്കുന്നു. ആരാ? ഈ ലോകത്തിൽ
സമൂഹത്തിലെ എല്ലാ തലത്തിൽ വെച്ച് നോക്കുമ്പോഴും ഒരു ദൈവപൈതലിന് കൊടുത്തിട്ട് ക്വാളിറ്റി ചെറുതല്ല. ഏറ്റവും വലിയൊരു ക്വാളിറ്റിയിലാണ് പരിശുദ്ധാത്മാവ് ഓരോ ദൈവപൈതലും നിർത്തിയിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ നാവിൽ വരുന്ന ഒരു വാക്യം ഇതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 41:14 പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഇന്ന് പ്രഭാതത്തിൽ യേശുപ്പച്ച എന്നെ നീ സഹായിക്കണമേ. പറയാമോ? നീ എന്നെ സഹായിക്കണമേ അപ്പ. എനിക്ക് കൂടപ്പുറപ്പുകളില്ല, എനിക്ക് മാതാപിതാക്കളില്ല, എന്നെ സഹായിപ്പാനും എൻ്റെ കൂടെ നടക്കുവാനും ആരുമില്ല കർത്താവേ എന്ന് പറഞ്ഞൊന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ? അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയിൽ കൂടെ തമ്പുരാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു ദൂത്, ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചൊന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തിരിക്കുകയാണ് മോശ പ്രവാചകൻ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനം ആകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് തന്നെ തനിക്ക് സ്വന്ത ജനമായി തീരേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. എന്തിനു വേണ്ടിയാ? യഹോവയ്ക്ക് ഒരു വിശുദ്ധ ജനം. ആരാ? യഹോവയ്ക്ക് നീ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ ജനമായിരിക്കണം. ഹല്ലേലൂയ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്ത ജനമാക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ 1000, നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുക, ഒരു കടയിൽ ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുകയാണ്. അവിടെ ഓപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, പൈനാപ്പിളുണ്ട്, ഫ്രൂട്ട്സ് ഐറ്റങ്ങളെന്ന് ഇഷ്ടം പോലെ ഐറ്റങ്ങൾ ഇരിക്കുക. 1000-ഓളം ഐറ്റങ്ങളെന്ന് വെച്ചോ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണ്ടത് ആപ്പിളാണ്. ആപ്പിളിന് നമ്മൾ ആഗ്രഹിച്ച ആപ്പിൾ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുക. എന്നാൽ കടക്കാരൻ നമ്മൾ 2 കിലോ ആപ്പിൾ ചോദിച്ചു. ആപ്പിൾ എടുത്ത് വയ്ക്കുമ്പോൾ ഒരെണ്ണം കേട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരെണ്ണം കേട്. അപ്പോൾ കേട് കണ്ടുപിടിച്ചപ്പോൾ ഈ തട്ടിൽ വെച്ച ആപ്പിളെല്ലാം എടുത്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ പലതും കേടാണ്. ആമേൻ. നല്ല നോക്കി അദ്ദേഹം പറഞ്ഞു, നല്ല നോക്കി തിരഞ്ഞെടുത്ത് വയ്ക്കാൻ പറഞ്ഞു. നല്ല നോക്കി നമ്മൾ തിരഞ്ഞെടുത്തു. ഏതാ നല്ലത്? ഒരിക്കലും മോശമായത് തിരഞ്ഞെടുത്ത് നമ്മളതിന് വില കൊടുക്കാറില്ല. നല്ലത് തിരഞ്ഞെടുത്ത് വില കൊടുക്കും. ചിലപ്പോൾ അവർ ചോദിക്കുന്നതിനേക്കാൾ 10 രൂപ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. കാരണം എന്താ? നമ്മൾ തിരഞ്ഞെടുത്തതാ. അതാ യേശു കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് സ്വന്തം രക്തം കൊടുത്തതാ. ഹല്ലേലൂയ. സ്വന്തം രക്തം കൊടുത്താണ് യേശു നമ്മെ എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. ഇന്ന് പകലിൽ അതുകൊണ്ട് ഭാരപ്പെടണ്ട. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിലാണ്. അതാണ് പൗലോസ് പിന്നെയും പറയുന്നത്, യേശുക്രിസ്തുവിലൂടെ സകല മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരിക്കലായിരുന്ന ആ വലിയ ദൈവ വസ്തുതയുടെ അർത്ഥത്തിൽ ജീവിപ്പാനുള്ള ഒരു ആരോഹണം കൂടിയ ഈ ലേഖനത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ പൗലോസ് സാറേ എന്താണ് ഇത്രയും ആഴമേറിയ അധ്യായങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ആഴമേറിയ ചിന്തകൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ സാറ് പറയുകയാണ്, ഇത്രയും അല്ല, ഇനിയും ആയിരക്കണക്കിന് ആഴമേറിയ സത്യങ്ങൾ ഈ പുസ്തകത്തിനകത്തിരിക്കുക. നോക്കൂ, നമുക്ക് നേരെ പിന്നെയും മോശ സാറിൻ്റെ അടുത്ത് വരാം. സാറേ എന്താണ് നിങ്ങൾ ആവർത്തന പുസ്തകത്തിൽ പിന്നെയും ആവർത്തിച്ചു പറയുന്നത് നമുക്ക് ചോദിക്കാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ്
26:18-19 വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു, യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് സ്വന്ത ജനമായി അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പുകഴ്ചയ്ക്കും കീർത്തിക്കും, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും നമ്മൾ തയ്യാറാകണം. ഒന്നാമത്തെ ആമേൻ, എഫേസ്യർ ലേഖനം 1:9 നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു ദൂത് വളരെ ശക്തമായി പ്രതിപാദിക്കുന്നു. 1:9 പറയുന്നു, അവനാൽ താൻ, ആമേൻ, മുൻ നിർണയിച്ച തൻ്റെ പ്രസ്താവനയ്ക്ക് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മമാണ്. ഇതാരും മറന്നു പോകരുത് കേട്ടോ. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കർത്താവേ എനിക്കൊന്നും തന്നില്ലല്ലോ, കർത്താവ് തന്നതാ നമ്മെ മാത്രമല്ല, കർത്താവിൻ്റെ ശരീരം വിലയ്ക്ക് ജീവൻ കൊടുത്താൽ നമ്മെ വാങ്ങിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തത്. ആമേൻ. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കണം. ആമേൻ. ഇന്ന് നിന്നെ വായ്മൊഴി, ആമേൻ, സ്തോത്രം, ആ വായ്മൊഴിക്കകത്ത്, നിന്റെ വായ്മൊഴിക്കകത്ത് നിന്ന് ദൈവത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കും വരരുത്. ലൂക്കായുടെ സുവിശേഷം 2:14 എബ്രായലേഖനം 2 ആമേൻ 3 പ്രൈസ് ദി ലോർഡ്. അടുത്ത് ലൂക്കായുടെ സുവിശേഷം 12:32 ആമേൻ. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പിന്നെയും ഇടപെടും. ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം, ആമേൻ, ആമേൻ, നമ്മെ എന്ത് ചെയ്തു? ദത്തെടുക്കേണ്ടതിന് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? ദത്തെടുത്തിരിക്കുക. ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലമുണ്ട്. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവിനോട് പിന്നെയും സംസാരിക്കുമാറാകണം. ദൈവകൃപ കൊണ്ട് പൊതിയണം, അത്ഭുതം ചെയ്യണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.